ഉപഗ്രഹങ്ങളെ കൂട്ടിയോജിപ്പിക്കുന്ന ISROയുടെ സ്പേഡെക്സ് ദൗത്യത്തിൽ രണ്ടാം ഡോക്കിംഗ് പരീക്ഷണം വിജയിച്ചു. ഉപഗ്രഹങ്ങളെ വീണ്ടും കൂട്ടിച്ചേർത്തു. ജനുവരി 16-നായിരുന്നു ആദ്യ ഡോക്കിംഗ് പരീക്ഷണം. ശ്രീധരൻ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങൾ നൽകാൻ. ശ്രീധരൻ, ഈ ഒരു പരീക്ഷണവും വിജയിച്ചത് നമ്മളുടെ ഈ മേഖലയിലുള്ള നേട്ടത്തിൽ എത്രത്തോളം നിർണായകമായ അല്ലെങ്കിൽ എത്രത്തോളം വലിയൊരു വിജയമാണ്? രാജീവ്, 2000-ലാണ് ഭാരതം ഈ ഭാരതീയ അന്തരീക്ഷ നിലയത്തിന്റെ സ്വന്തമായിട്ടുള്ള ബഹിരാകാശ നിലയത്തിന്റെ നിർമ്മാണം അതിന്റെ ആദ്യഘട്ടം പൂർത്തിയാക്കാൻ ലക്ഷ്യമിടുന്നത്. ഏതായാലും അതിനുള്ള ആദ്യഘട്ടം പരീക്ഷണം ഏതാണ്ട് പൂർണ്ണമായും വിജയം കണ്ടു എന്ന് തന്നെ വേണം പറയാൻ. 2024 ഡിസംബർ 30-നാണ് ഈ സ്പേഡെക്സ് ദൗത്യം വിക്ഷേപിക്കുന്നത്. അതിനുശേഷം ചെറിയ സാങ്കേതിക തകരാറിനെ തുടർന്ന് ഡോക്കിംഗ് പരീക്ഷണം അല്പം നീണ്ടുപോയിരുന്നു. എന്നാൽ ജനുവരി 16-ാം തീയതി തന്നെ ഡോക്കിംഗ്, അതായത് 2 ഉപഗ്രഹങ്ങളെ കൂട്ടിയോജിപ്പിക്കുന്ന ആ പരീക്ഷണം വിജയം കണ്ടിരുന്നു. ഇതിനുശേഷം അൺഡോക്കിംഗ് പ്രക്രിയ മാർച്ച് 13-ാം തീയതിയാണ് ഈ ഉപഗ്രഹങ്ങളെ വീണ്ടും വേർപെടുത്തുന്ന നടപടികൾ അല്ലെങ്കിൽ ആ പരീക്ഷണം വിജയിച്ചത്. ഈ 2 ഉപഗ്രഹങ്ങളെ വേർപെടുത്തി ഭ്രമണപഥത്തിലാക്കിയ ശേഷം വീണ്ടും അവയെ കൂട്ടിയോജിപ്പിക്കുകയാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. 2 ആഴ്ചയ്ക്കുള്ളിൽ ഇവയെ വീണ്ടും വേർപെടുത്തുന്ന നടപടികളും പുരോഗമിക്കും. ഈ ബഹിരാകാശ നിലയം സാധ്യമാകണമെങ്കിൽ ഈ പല ഭാഗങ്ങളായിട്ട് ഈ ബഹിരാകാശ നിലയത്തിന്റെ പല ഭാഗങ്ങൾ ഒന്നിച്ച് വിക്ഷേപിച്ച് പല ഭാഗങ്ങളായി വിക്ഷേപിച്ച് അതിനെ ഒന്നിച്ച് ചേർക്കുന്ന നടപടിയാണ് സാധിക്കുകയുള്ളൂ. നിലവിൽ 4ാമത്തെ ശക്തിയാണ്, 4ാമത്തെ രാജ്യമാണ് ഈ സാങ്കേതികവിദ്യ സ്വന്തമാക്കുന്നത്. ഏതായാലും ഇന്ന് ഈ വകുപ്പിന്റെ ചുമതലയുള്ള മന്ത്രി ജിതേന്ദ്ര സിംഗ് തന്നെയാണ് ഇത് സംബന്ധിച്ച ഒരു പ്രഖ്യാപനം നടത്തിയത്. ഏതായാലും ISROയെ സംബന്ധിച്ച് പുതിയ വർഷത്തിൽ പുതിയ നേട്ടം എന്നുള്ളത് തന്നെയാണ് ഈ സ്പേഡെക്സ് ദൗത്യത്തെ പൊതുവിൽ നമുക്ക് നോക്കിക്കാണാൻ കഴിയുക. 2 ആഴ്ചയ്ക്കകം തന്നെ വീണ്ടും ഒരു അൺഡോക്കിംഗ് പരീക്ഷണം ഉണ്ടാകുമെന്നാണ് മന്ത്രി അറിയിക്കുന്നത്. ശരി, KP ശ്രീധരനാണ് വിവരങ്ങൾ നൽകിയത്. ഉപഗ്രഹങ്ങളെ കൂട്ടിയോജിപ്പിക്കുന്ന സ്പേഡെക്സ് ദൗത്യത്തിലെ 2ാം ഡോക്കിംഗ് പരീക്ഷണവും വിജയം.